പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനോട് നിലപാട് കടുപ്പിച്ച ഇന്ത്യ. പാക് പൌരന്മാർക്കുള്ള വിസ സേവനം ഇന്ത്യ നിർത്തിവെച്ചു. പാക് പൌരന്മാർ 72 മണിക്കൂറിനകം രാജ്യം വിടണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. പാകിസ്ഥാനെതിരായ നടപടി വിവിധ രാജ്യങ്ങളിലെ സ്ഥാനപതികളെ ഇന്ത്യ അറിയിച്ചു. അതിനിടെ നാവികസേന പടക്കപ്പലിൽ അറബിക്കടലിലേക്ക് ഇന്ത്യ മിസൈൽ പരീക്ഷിച്ചു. നയതന്ത്ര മേഖലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് രാജ്യം. പാകിസ്ഥാൻ പൌരന്മാർക്കുള്ള വിസ സേവനം ഇന്ത്യ അവസാനിപ്പിച്ചു. പാക് പൌരന്മാർ 72 മണിക്കൂറിനകം ഇന്ത്യ വിടണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. മെഡിക്കൽ വിസയിലുള്ള പാക് പൌരന്മാരുടെ വിസ കാലാവധി അടുത്ത ചൊവ്വാഴ്ച അവസാനിക്കും. പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കാർ ഉടൻ മടങ്ങിയെത്തണമെന്നാണ് നിർദ്ദേശം. ഇതിനിടെ അറബിക്കടലിൽ ഇന്ത്യ മിസൈൽ പരീക്ഷണം നടത്തി. പടക്കപ്പലായ INS സൂറത്തിൽ നിന്ന് ശത്രുവിനെ പിന്തുടർന്ന് നശിപ്പിക്കാൻ ശേഷിയുള്ള മിസൈലാണ് പരീക്ഷിച്ചത്. പാകിസ്ഥാനെ നയതന്ത്ര തലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കവും ഇന്ത്യ ആരംഭിച്ചു. പാകിസ്ഥാനെതിരായ നടപടി വിദേശ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരോട് ഇന്ത്യ വിശദീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തെ തുടർന്ന് പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക എക്സ് അക്കൌണ്ട് ഇന്ത്യയിൽ തടഞ്ഞു. രാഷ്ട്രപതിയെ കേന്ദ്ര ആഭ്യന്തര വിദേശകാര്യമന്ത്രിമാർ സാഹചര്യങ്ങൾ ധരിപ്പിച്ചു. കരസേനാ മേധാവി നാളെ പഹൽഗാം സന്ദർശിക്കും. ഡൽഹിയിലെ പാക് എംബസി വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി. ഇതിനിടെ പാക് എംബസിയിലേക്ക് കേക്കുമായി യുവാവെത്തിയത് സംശയങ്ങൾക്കിടയാക്കി. ആഘോഷങ്ങൾക്ക് വേണ്ടിയാണോ ഇതെന്ന സംശയമാണ് ഉയർന്നത്. അർദ്ധരാത്രിയിൽ ഡൽഹിയിലെ പാക് ഉന്നത നയതന്ത്രജ്ഞൻ സാദ് അഹമ്മദ് റൈച്ചിനെ വിളിപ്പിച്ചാണ് കേന്ദ്ര സർക്കാർ തീരുമാനം കൈമാറിയത്. നയതന്ത്ര കാര്യാലയത്തിലെ സൈനിക അറ്റാഷകളെ ഉൾപ്പെടെ ഒഴിവാക്കണമെന്ന നിർദ്ദേശമടക്കമാണ് കൈമാറിയത്. പാക് നീക്കങ്ങൾ ഏറെ ജാഗ്രതയോടെയാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നത്. വിനീത വിജി, 24, ഡൽഹി.